നിങ്ങളൊരു വെഡിങ് പ്ലാനറെ ഹയർ ചെയ്യുമ്പോൾ അവർ ചാർജ് ചെയ്യുന്ന 10 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ 20% വാട്ട് എവർ മേ ബി ദ ഇവന്റ് മാനേജ്മെന്റ് ചാർജ് അതൊരിക്കലും നിങ്ങളൊരു എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കരുത്. അത് ആക്ച്വലി നിങ്ങളുടെ വെഡിങ്ങിന് നിങ്ങൾ എടുക്കുന്ന ഇൻഷുറൻസ് ആയിട്ട് നിങ്ങൾ അതിനെ കണക്കാക്കണം. നല്ലൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് അൺഫോർസീൻ ആയിട്ടുള്ള സിറ്റുവേഷൻസോ സാഹചര്യങ്ങളോ വന്നാലും ദേ ക്യാൻ ഹെൽപ്പ് യു ഔട്ട്. കാരണം എക്സ്പീരിയൻസ്ഡ് വെഡിങ് പ്ലാൻ ആണെങ്കിൽ അവർക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലൂടെ ആണെങ്കിലും അവർക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചേക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു MC ഹയർ ചെയ്തു, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ MC ഹയർ ചെയ്തു, എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് അവിടെ വരുന്ന വഴിക്ക് ആക്സിഡന്റ് ആവുകയോ അല്ലെങ്കിൽ വരാൻ പറ്റാതെ ആയി കഴിഞ്ഞാൽ ഒരു ലെറ്റ്സ് സേ ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂർ മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ആ സമയത്ത് ആരെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ വൺ വേ ഓർ അതർ ദേ വിൽ സോർട്ട് ഇറ്റ് ഔട്ട് സംഭവം. ഇപ്പം നിങ്ങൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് പാനിക്കായിട്ട് ആ സമയത്ത് എന്ത് ചെയ്യും, നിങ്ങളുടെ ആ ദിവസം മനസ്സമാധാനം പോയി. ഇപ്പം ഈ പറഞ്ഞ ഒരുപാട് സിറ്റുവേഷൻസ് പല വെഡിങ്സിലും നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും ഉണ്ടാവാറുണ്ട്. പക്ഷേ ആസ് എ വെഡിങ് പ്ലാനർ നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ എക്സ്പെർട്ടീസും നമ്മുടെ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഒരു ഇൻഷുറൻസ് ആയിട്ട് ഒരു വെഡിങ് പ്ലാനറെ നമ്മൾ ഹയർ ചെയ്തിരുന്നത്.